ഹലോ, വെൽക്കം ടു ഡ്രാമ വേൾഡ്. ഇന്ന് നമ്മൾ ഡിസെൻഡൻസ് ഓഫ് ദി സണ്ണിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. നമ്മുടെ ഹീറോയുടെ ടീമാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ആ ഒരു ബോർഡറിലോട്ട് പോയി ഹെലികോപ്റ്ററിൽ ഇറങ്ങുവാണ്. തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ രണ്ടുപേരും എവിടെയാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ക്ലാസ് പോലെ നടത്തുന്നുണ്ട്. അവർ കടത്തിക്കൊണ്ടുപോയ ആ രണ്ട് പേരെയും രക്ഷിക്കാനായിട്ട് രണ്ട് സ്പെഷ്യൽ ഫോഴ്സസിനെ തന്നെ വരുത്തിയിട്ടുണ്ട്. അതിൽ ഒരു ടീം നമ്മുടെ ഹീറോയുടെ ടീമാണ്. എനിക്കെൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ആലോചിച്ചിട്ട് വല്ലാത്ത പേടി തോന്നുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വേറൊരു ഡോക്ടർ വരുവാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഡേറ്റിന് പോവുകയാണോ? അല്ല, ഞാനിപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വരുക. പ്രൊഫസർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. നിൻ്റെ അടുത്ത് വലുതായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? നീ ശരിയായിട്ട് പഠിച്ചിട്ടില്ലായിരിക്കും എന്ന് അവർക്കറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും ചോദിക്കാറുന്നത്. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഇതൊക്കെ എന്തൊരു ധൈര്യമാണ്! ബോർഡ് എക്സാം തന്നെ 3 പ്രാവശ്യം തോറ്റാണ് എഴുതിയിട്ടുള്ളത്. 3 അല്ല 4. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ നിനക്കെന്ത് മെൻ്റലായോ? ഇത് നിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ അല്ല, ഇത് വേറെ ഡോക്ടറിൻ്റെ എന്ന് നമ്മുടെ ഹീറോയും പറയുവാണ്. അപ്പോൾ വന്നേക്കുന്ന ഡോക്ടർ പറയുകയാണ്, ആ ഡോക്ടറിന് പകരം ഞാനാണിപ്പോൾ സർജറി ചെയ്യാൻ പോകുന്നത്. ഞാനാണ് ലീഡിങ് സർജൻ, നിങ്ങൾ എൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന്. ഞാനാണ് ലീഡിങ് സർജൻ എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടറാണെങ്കിൽ ഏതോ സൂചി എങ്ങാണ്ടെടുത്ത് ഇങ്ങനെ കുത്തുവാണ്. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും മുഖത്തോട്ടും ബ്ലഡൊക്കെ തെറിക്കുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നീ എന്തു ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ടേക്ക് ഓവർ ചെയ്യുവാണ്. ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ രക്തത്തിൽ കുളിച്ചിട്ട് ഒരു രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പം മറ്റൊരു സൈഡിലാണെങ്കിൽ നമ്മുടെ ഹീറോ എതിരെ വരുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ സർജറി നല്ല അടിപൊളിയായിട്ട് ചെയ്തൊക്കെ തീർക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ രണ്ടുപേരെയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഞാൻ ഡേറ്റിന് പോവുകയാണ്, എന്നെ കോൾ ചെയ്യരുത്, മെസ്സേജ് അയക്കരുത് എന്ന് പറഞ്ഞിട്ട് ടയേർഡ് ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ചസ് ഒക്കെ എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മുഖം അങ്ങ് മറയ്ക്കുവാണ്. ഡേറ്റിന് ഇനി 2 hours ഉണ്ടല്ലോ, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണോ? എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? നീ എന്തിനാ നിൻ്റെ മുഖം മറയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോ. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് കുറച്ച് കുറവായിട്ടുണ്ട്, ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ആദ്യം എനിക്ക് വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്താലേ ഞാൻ നോർമലാവൂ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ. നിന്നെ ഇപ്പോൾ കാണാനും ഭംഗിയായിട്ട് തന്നെ ഉള്ളതെന്ന് നമ്മുടെ ഹീറോ പറയുമ്പോൾ ഹീറോയും പറയാണ്, അപ്പം ഞാൻ കുളിക്കാതെ വന്നാലും കുഴപ്പമൊന്നുമില്ലേ? ഓക്കെ ശരി, വാ, ഞാൻ നിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ കുളിക്കാനായിട്ട് പോവാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെയുള്ള എല്ലാം ഇങ്ങനെ വായിച്ചൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത് കാണുവാണ്. ഇന്ന് വാട്ടർ ഷട്ട് ഡൗൺ ഉണ്ട്, 4 മണിയാകുമ്പോഴത്തേക്കിനും ക്ലോസ് ആവുമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വെളിയിൽ വന്നിട്ട് ഇപ്പോഴാ ഒരു ആശ്വാസം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അപ്പം നമ്മുടെ ഹീറോ നീ കുളിച്ചോ എന്ന് ചോദിച്ചിട്ട് ആ നോട്ടീസ് എടുത്ത് കാണിക്കുവാണ്. ഇത് കണ്ടുടനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്നിട്ട് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ബാത്റൂമിലോട്ട് ഓടുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, ഇത് ഭയങ്കര തണുപ്പല്ലേ, ഞാൻ വേണമെങ്കിൽ ചൂടാക്കി തരാമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, വേണ്ട ഇത് സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ശരി, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ എന്ന് നമ്മുടെ ഹീറോ പറയണം. അപ്പം നമ്മുടെ ഹീറോയിൻ അപ്പം തന്നെ പറയുകയാണ്, വേണ്ട നീ എന്തോ ചോദിക്കാൻ പോകുന്നതെന്നൊക്കെ നിൻ്റെ നെറ്റിയിൽ തന്നെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഈ കാര്യം മാത്രം ചോദിക്കരുതെന്ന് പറയുകയാണ് നമ്മുടെ ഹീറോയിൻ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, എന്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടെന്ന്, ഇത് നല്ല സുന്ദരമായിട്ടുള്ള മുഖമല്ലേ, ഇങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ നമ്മുടെ ഹീറോ പറയുകയാണ്. എന്ത് ചോദിക്കണമെന്നാണ് പറഞ്ഞേ? നീ എന്നെപ്പറ്റി എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തിട്ടുണ്ട്, നീ എന്നെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ എന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിയേറ്ററിൽ പോയിട്ട് കോഫി മാത്രം കുടിക്കാം. കോഫി മാത്രമാണോ അതോ നമുക്ക് വാട്ടർ ബോട്ടിലും കൂടി ഓർഡർ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അങ്ങിരുന്നങ്ങ് ചിരിക്കുവാണ്. അങ്ങനെ അവർ നേരെ തിയേറ്ററിലോട്ട് വരുവാണ്. അപ്പം നമ്മുടെ ഹീറോ പറയാണ്, എൻ്റെ അടുത്ത് നല്ലൊരു സുന്ദരിയായ പെൺകുട്ടിയല്ലേ ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, അപ്പം ഞാൻ വയസ്സായവരുടെ കാറ്റഗറിയിൽ പെടുന്നതല്ല ഇല്ലേ? ഇവിടെ ഇരുട്ടായിട്ടിരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അഴകായിട്ടുള്ള പെൺകുട്ടി എൻ്റെ അടുത്ത് ഇരിക്കുന്നതെന്ന് ആക്കിയതെന്ന് നമ്മുടെ ഹീറോ പറയുകയാണ്. ശരി, ഒരു പ്രാവശ്യം നീ എന്നെ ഹേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ലേ, അതെന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഹീറോയിൻ പറയുകയാണ്, നിങ്ങൾ എന്നെ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു, അപ്പം നിങ്ങൾ എന്നെ ഏതോ കുഞ്ഞ് അനിയത്തീനെ
കാണുന്നത് പോലെയല്ലേ എന്നെ കണ്ടത്, അതുകൊണ്ടാണ് ഞാനങ്ങനെ വിളിച്ചതെന്ന് പറയുന്നു. ഓ അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ വയസ്സ് അറിയാമായിരിക്കുമായിരുന്നല്ലോ, നീ എൻ്റെ ചാറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോ. ആ അതെ, ഞാനാണ് എൽഡർ എന്ന് നമ്മുടെ ഹീറോയും പറയണം. അപ്പം നമ്മുടെ ഹീറോ പറയാണ്, ഞാനൊന്നും വിശ്വസിക്കത്തില്ല, നീ നിൻ്റെ ID കാർഡ് കാണിക്കുക, അപ്പോൾ അറിയാമല്ലോ എന്ന് നമ്മുടെ ഹീറോ പറയുന്നു. ഒരുപക്ഷെ നീ എൻ്റെ വയസ്സിലല്ലെങ്കിൽ എന്ത് ചെയ്യും, അതുകൊണ്ട് നീ നിൻ്റെ ID കാർഡ് കാണിക്ക്, അതുകൊണ്ടല്ലേ ഞാനിത് ചോദിക്കുന്നതെന്ന് നമ്മുടെ ഹീറോ പറയുന്നു. മൂവി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയ്ക്കൊരു കോൾ വരുവാണ്. നീ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോൾ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കുക എന്ത് പറ്റിയെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ പോകണം. ഇപ്പോഴോ? ഇപ്പോൾ തന്നെ പോകണം, അർജൻറ്റാന്ന് നമ്മുടെ ഹീറോ പറയുന്നു. സോറി, നമുക്ക് രണ്ടുപേർക്കും കൂടി പിന്നൊരു പ്രാവശ്യം ഈ സിനിമ കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയാണ്, അത് കുഴപ്പമില്ല, ഞാൻ കണ്ടോളാം, നിങ്ങൾ പൊക്കോന്ന് പറയുന്നു. നമ്മുടെ ഹീറോ വീണ്ടും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കാണാമെന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അതൊന്നും കേൾക്കാതെ ഇരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ ദേഷ്യത്തിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് പോവുകയാണ്. നമ്മുടെ ഹീറോയിനും അർജൻറ്റായിട്ടൊരു കോള് വരുവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനും അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. നേരെ തന്നെ നമ്മുടെ ഹീറോയിൻ ഡയറക്ടർ റൂമിലോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് പ്രൊഫസർഷിപ്പ് തരാത്തതെന്ന് ചോദിക്കുന്നു. ഒന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ എനിക്കിത് തരാഞ്ഞത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. രണ്ടാമത് നിങ്ങളുടെ പേപ്പറിൽ വർക്ക് ചെയ്ത സീനിയേഴ്സിന് കൊടുത്തിട്ടായിരുന്നു. മൂന്നാമത് എനിക്ക് എന്താ തരാത്തതെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്. ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് തന്നൂടെ എന്ന് പറഞ്ഞ് ചോദിച്ച് നമ്മുടെ ഹീറോയിൻ അയാളടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാനൊന്നും നിങ്ങൾക്കിത് തരുമെന്നും പറഞ്ഞ് വാഗ്ദാനം ഒന്നും തന്നിട്ടില്ലല്ലോ, ആരൊക്കെ നന്നായിട്ട് ചെയ്യുന്നോ അവർക്കൊക്കെ ഇത് കൊടുക്കുമെന്നും പറഞ്ഞ് അയാൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ ഈ പ്രാവശ്യം പ്രൊഫഷണൽഷിപ്പ് കിട്ടിയ ആ ഡോക്ടർ വരുന്നത്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഡിന്നറിന് ഒരേ കാറിൽ പോവാം, ഓക്കെ അല്ലേ? നാളെ നടക്കാൻ പോകുന്ന ലൈവ് പ്രോഗ്രാം നീയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഇത് നല്ലതായിട്ട് മനഃപ്പാടമായിട്ട് പഠിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ നമ്മുടെ ഹീറോയിന് നേരെ നീട്ടുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നീ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതിന് ശേഷം എന്ത് നടക്കുമെന്ന് നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നല്ല ദേഷ്യം വന്ന് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് പറയുവാണ്, നിനക്കൊരു നാണക്കേടും ഇല്ലേ, നേരായ വഴി കൂടി നേടുന്നതല്ലേ നല്ലത്, എന്തിനാ ഇങ്ങനെ കുറുക്ക് വഴിയിലൂടെ പോകുന്നേന്നൊക്കെ ആ ഡോക്ടറിനോട് ചോദിക്കുവാണ്. നീ പറയുന്നതെല്ലാം ശരിയൊക്കെ തന്നെ, പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്രൊഫഷണൽഷിപ്പെങ്കിലും ഉണ്ട്, പക്ഷേ നിൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവിടെ രണ്ടുപേരും തമ്മിൽ വലിയൊരു അടി തന്നെ ആവുന്നുണ്ട്. അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ആ രണ്ടുപേരുടെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് അങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കാൻ നേരത്ത് വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരെ രണ്ടുപേരും പിടിച്ചു മാറ്റുന്നുണ്ട്. വേറെ വഴിയേ ഇല്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നാളത്തെ ആ പ്രോഗ്രാമിന് വേണ്ടി രാത്രി ഇരുന്ന് എല്ലാം മനഃപ്പാടമായിട്ട് പഠിക്കുകയാണ്. എന്നെക്കൊണ്ട് എന്താ ഇത് പഠിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിൻ അത് പഠിക്കുകയാണ്. ഇപ്പോൾ ആൽഫ ടീം വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ലീവ് ഇൻക്രീസ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി 8 മാസത്തേക്ക് നിങ്ങളുടെ ലീവ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഉള്ള ഈ 2 ആഴ്ച നിങ്ങളുടെ ഫാമിലീസൊക്കെ ആയിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളെല്ലാം തിരിച്ചു പോകേണ്ട നേരം വന്നെന്ന് ഈ ഹയർ ഓഫീസർ പറയുന്നു. അന്ന് ഞാൻ നിന്നെ അങ്ങനെ അവിടെ തനിയെ വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു, ഐ എം സോറി. നീ സോറി ഒന്നും പറയണ്ട, എനിക്ക് എക്സ്പ്ലനേഷൻ മാത്രം കേട്ടാൽ മതി, എന്തിനാണ് എന്നെ അവിടെ വിട്ടിട്ട് പോയത്? അതൊരു മിലിറ്ററി ഓപ്പറേഷനാണ്, അത് എനിക്ക് മുഴുവനായിട്ട് നിന്നോട് പറയാൻ കഴിയില്ല, അത് ഹൈലി കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ. ഞാൻ വളരെ മോശമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലൂടെ ആയിരുന്നു കടന്നു പോയിരുന്നത്. അപ്പോഴെന്നെ സപ്പോർട്ട് ചെയ്യാനും ആശ്വസിപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് മുഖം കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അയാളുടെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാമെന്ന് വിചാരിക്കുമ്പം അയാൾക്ക് ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഹീസ് എ സോൾജിയർ. എല്ലാം ഷെയർ ചെയ്യണമെന്നും പറഞ്ഞ് ഞാനൊരു സൈഡിലിരിക്കുകയാണെങ്കിൽ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ നിങ്ങളൊരു സൈഡിലിരിക്കുക. നിങ്ങൾക്ക് വെടിയൊക്കെ ഏറ്റിട്ടുണ്ടല്ലോ, അതായത് നിങ്ങളും ഷൂട്ട് ചെയ്ത് ഓരോരുത്തരെ കൊല്ലും. ഞാൻ എല്ലാ ദിവസവും ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാത്തിനും മേളിൽ ഞാനൊരു ഡോക്ടറാണ്, ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇതല്ല എന്ന് നമ്മുടെ ഹീറോയിൻ ഹീറോയുടെ അടുത്തോട്ട് പറയുവാണ്. ഞാനൊരു സോൾജിയറാണ്, എനിക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സോൾജിയേഴ്സും അവരവരുടെ കുടുംബങ്ങളും ഫ്രണ്ട്സും എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പോരാടുന്നത്. ഇതുവരെ ആയിട്ട് എൻ്റെ 3 ഫ്രണ്ട്സാണ് മരിച്ചിരിക്കുന്നത്. ആ 3 പേരും എൻ്റെ കൺമുന്നിൽ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഐ എം സോറി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഉറൂക്കിലുള്ള നമ്മുടെ സോൾജേഴ്സ് എല്ലാവരും പഴയ പോലെ തന്നെ സന്തോഷമായിട്ട് അവരവരുടെ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഉറൂക്ക് ഒരു വാർ നടന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ ഒരു കുഴി ബോംബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് സോൾജേഴ്സ്.
നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ കാറിൽ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ആ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീം അവിടെ കുഴിബോംബുള്ളതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കുഴിബോംബ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഹയർ ഒഫീഷ്യൽസിൻ്റെ നിന്നും പെർമിഷൻ മേടിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു വരണമെങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ എടുക്കും. നമ്മളെ കൊണ്ട് ഉടനെ തന്നെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിന് ചുറ്റും കുട്ടികളൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഹീറോ പറയുകയാണ്, ഇതിപ്പോൾ നമ്മളിവിടെ വിട്ടിട്ട് പോയാൽ ആ കുട്ടികൾക്ക് ഇതുമൂലം എന്തെങ്കിലും ആപത്ത് പറ്റുമെന്ന്. ഈ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഞാൻ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തോളാം. ഇപ്പോൾ തന്നെ ഇത് ഇവിടെ നിന്ന് മാറ്റുക. ഇതറിഞ്ഞ ഹയർ ഒഫീഷ്യൽസ് ആണെങ്കിൽ ചോദിക്കുകയാണ്, നിങ്ങൾ 2 പേരിൽ ആരാണ് ഇതിന് പൂർണ്ണമായിട്ടുള്ളൊരു അധികാരം കൊടുത്ത് അത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതറിഞ്ഞ ഹയർ ഒഫീഷ്യൽസ് ആണെങ്കിൽ ചോദിക്കുകയാണ്, നിങ്ങൾ 2 പേരിൽ ആരാണ് ഇതിന് പൂർണ്ണമായിട്ടുള്ളൊരു അധികാരം കൊടുത്ത് അത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ എൻ്റെ ഫ്രണ്ട്, ഇവന് നന്നായിട്ട് അറിയാം എനിക്ക് ഹയർ ഒഫീഷ്യൽസിന് റിക്വസ്റ്റ് ലെറ്റർ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചത് പോലും ഇല്ല അത് എഴുതുന്ന കാര്യത്തെപ്പറ്റി. നീ എന്താ ഇങ്ങനെ ചെയ്തത്? നിനക്ക് അറിയാമായിരുന്നല്ലോ ഇതിൻ്റെ കാര്യമൊക്കെ, നീ എന്താ എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാറുന്നത് എന്നൊക്കെ നമ്മുടെ സെക്കൻഡ് ഹീറോ അടുത്ത് പറയുവാണ്, മറ്റേ ഹയർ ഒഫീഷ്യലിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അയാൾക്ക് നല്ല ദേഷ്യമായിട്ട് അയാൾ പറയുകയാണ്, ബാഗൊക്കെ പാക്ക് ചെയ്തോ, നിങ്ങൾക്ക് നിങ്ങളുടെ പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങാനുള്ള സമയമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുവാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ പണിഷ്മെൻറ്റ് മേടിച്ചിട്ട് ഇങ്ങനെ ഓടുന്നത് അവരുടെ ടീം മെമ്പേഴ്സ് കാണുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കുവാണ്. അപ്പം കാലങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ടി വിയിൽ ഒക്കെ ഷോയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ വലിയൊരു താരം പോലെ ഒരു സ്റ്റാർ തന്നെ ആവുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ ടി വിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിന് പ്രൊഫഷൻഷിപ്പൊക്കെ കിട്ടുവാണ്. അങ്ങനെ ഹീറോയിനാണെങ്കിൽ മറ്റു കൊളീഗ്സിനോടൊക്കെ പറയുവാണ്, ജീവിതം എത്ര പെട്ടെന്നാണ് മാറുന്നത്, നമ്മൾ പോലും വിചാരിക്കാതാണ് അത് നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പം മറ്റേ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറയുക, നിനക്ക് കുറച്ചുകൂടി ഒരു നാണോ അതൊന്നും ഇല്ലേ? ഞാൻ തന്നൊരു ചാൻസ് കൊണ്ടാണ് നീ ഇത്ര സ്റ്റാർ ആയത്, അതിൻ്റെ ഒരു നന്ദി പോലും ഇല്ലല്ലേ? നീ എന്തോ വലിയ കാര്യം ചെയ്തിട്ട് കിട്ടിയതുപോലെയാണല്ലോ ഇപ്പോൾ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ ആ ഡോക്ടറാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ ഇവിടുത്തെ ഡോക്ടർ അല്ലെങ്കിൽ നീയും ഡോക്ടറല്ല, കാരണം നീ ഇവിടുത്തെ ഹെഡിൻ്റെ മോളാണ്, അതുകൊണ്ടാണ് നിനക്ക് ഈ ജോലി കിട്ടിയതെന്ന്. മാത്രമല്ല എനിക്ക് ന്യായമായിട്ട് കിട്ടേണ്ട ഒരു സ്ഥാനം ആണ് നീ തട്ടിയെടുത്തതെന്ന്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെയാണ് എനിക്ക് തിരിച്ച് കിട്ടിയേക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ മാസമായിട്ട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അവിടെ നിന്നും ഹോസ്പിറ്റലിൻ്റെ റൂഫ് ടോപ്പിലോട്ട് പോയിട്ട് നമ്മുടെ ഹീറോയിനെയും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടർ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അന്ന് ഡോക്ടർ നമ്മുടെ ഹീറോയിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡോക്ടറിൻ്റെ മനസ്സിലിങ്ങനെ ഹീറോയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നുണ്ട്. നീ ഭയങ്കര ബിസി ആയിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പം നിനക്ക് കുളിക്കാൻ പോലും സമയം കിട്ടത്തില്ലായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, അത് എനിക്ക് കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ കണ്ണ് മാത്രമല്ലേ കാണൂ, നല്ല രസമായിരിക്കും എൻ്റെ കണ്ണിങ് മാത്രം ഇങ്ങനെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ നമ്മുടെ ഹീറോയിൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം രാവിലെ അവർ ഫുഡ് കഴിക്കുന്നിടത്തോട്ട് ചെയർമാൻ വന്നിട്ട് പറയുകയാണ്, ഇന്ന് നൈറ്റ് നീ എൻ്റെ കൂടെ ഡിന്നറിന് വരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇതെന്താ ഇപ്പം ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ഡിന്നറിനൊക്കെ വിളിക്കുന്നത്? ഇയാൾക്ക് ഓൾറെഡി ഡിവോഴ്സൊക്കെ ആയതല്ലേ? കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുകയാണ്, ചിലപ്പോൾ നിൻ്റെ മാരേജ് ചെയ്യാനായിരിക്കും വിളിക്കുന്നത്, എന്തായാലും നീ ഒന്ന് പോയി നോക്ക്, ഒത്താ പിന്നെ നീ ആയിരിക്കുമല്ലോ ഈ ഹോസ്പിറ്റലിൻ്റെ ഓളാനുള്ളതെന്ന്. അങ്ങനെ ഹീറോയിനും വിചാരിക്കുന്നു ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഡിന്നറിന് വരുവാണ്. അപ്പം ആ ചെയർമാൻ ആണെങ്കിൽ കല്യാണം കഴിക്കാനൊന്നുമല്ല വിളിച്ചത്, എന്തെന്നൊന്നും പറയാതെ അങ്ങ് ഷർട്ടെല്ലാം അങ്ങ് അഴിക്കുവാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് പോയിട്ട് ബാഗ് ഉരുട്ട് നല്ല അടി അങ്ങ് വെച്ച് അങ്ങ് കൊടുക്കുവാണ്. എന്ത് ചെയർമാനാണോ നീ അടിച്ചത്? അവൻ ചെയ്ത കാര്യത്തിന് ഞാൻ അവനെ കൊന്നേനെ. പക്ഷേ എനിക്കിപ്പോൾ പേടിയാവുന്നുണ്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ ഈ പൊസിഷനിൽ വന്നത്. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ അയാളുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടല്ലോ. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ നോക്കുന്ന നോട്ടത്തിൽ അയാൾ എരിഞ്ഞു പോകണമെന്നൊക്കെ നമ്മുടെ ഫ്രണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഉറൂക്കിൽ നമുക്കൊരു മെഡിക്കൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ബെസ്റ്റ് ഡോക്ടറിനെ തന്നെ അങ്ങോട്ട് അയക്കണം. ആ ഡോക്ടറായിരിക്കണം അതിൻ്റെ തലപ്പത്തിരുന്ന് എല്ലാം നിയന്ത്രിക്കേണ്ടത്. ഈ ഒരു പൊസിഷനിലേക്ക് ഡോക്ടർ ക്യാനിനെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. എന്താ നിങ്ങൾ പോവില്ലേ എന്ന് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. നേരത്തെ നടന്നിട്ടുള്ള ആ ഇൻസിഡൻറ്റിൻ്റെ ബേസിലാണ് ചോദിക്കുന്നത്. അങ്ങനെ ഡോക്ടറിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അങ്ങനെ അവരെല്ലാവരും ഉറുക്കിലെത്തുവാണ്. ആ
പൊരിയുന്ന വെയിലത്ത് അവരെല്ലാവരും നിൽക്കുവാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇതുവരെയായിട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ എന്ന്. ഹീറോയിൻ പറയുകയാണ്, UN സോൾജേഴ്സിനെ അവർ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുണ്ടെന്ന്. അങ്ങനെ അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുവാണ്. അങ്ങനെ ആ ഒരു ഭയങ്കരമായിട്ടൊരു കാറ്റത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഷോൾ പറന്നു പോവാണ്. അങ്ങനെ ആ ഷോൾ പിടിക്കാനായിട്ട് ഹീറോയിൻ ഇങ്ങനെ പോയിട്ട് നിവർന്ന് നോക്കുമ്പോഴത്തേക്കിനും അത് വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. ആ ആൽഫ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹീറോയും ഭയങ്കര ഒരു മാസ് ലുക്കിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നടന്നിങ്ങനെ വരുവാണ്. അങ്ങനെ ഹീറോനെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ വല്ലാതെ അങ്ങ് ഷോക്കായി അങ്ങ് നിൽക്കുവാണ്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ പാസ് ചെയ്ത് പോവുകയാണ്. എന്ത് ചെയ്യാനാ, ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് നിമിഷങ്ങളൊക്കെ കാണും. ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഇങ്ങനെ ചേരണ്ടെന്നേ വിചാരിച്ചവരാണ്. പക്ഷേ കാലം തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഇവരുടെ ആ ഒരു സ്റ്റോറി വീണ്ടും ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.